അസ്സലാമലൈക്കും. ഇന്നിപ്പോൾ നല്ലൊരു ഫിഷ് ഫ്രൈ ആണ്, ഒരു സ്പെഷ്യൽ മസാലയാണ്. ഇതിൻ്റെ മസാലക്കൂട്ട് നല്ല അടിപൊളിയാണ്. നല്ലൊരു വ്യത്യസ്തമായ രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ വറ്റൽ മുളക് കുതിർത്ത് വെച്ചിരുന്നു. അതായത് കാശ്മീരി മുളകും സാധാ വറ്റൽ മുളകും കൂടെ കുതിർത്ത് ഒരു 8 കുതിർത്ത് വെച്ചിരുന്നതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 2 സ്പൂൺ കുരുമുളകും ഇട്ട് ചെറിയ ഉള്ളി 6-7 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പീസ് ഇഞ്ചിയും കുറച്ച് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് നാരങ്ങ നമ്മുടെ നാരങ്ങയുടെ നന്നായിട്ട് അതിൻ്റെ അരിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വളരെ ടേസ്റ്റ്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ ഉപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷമാണ് ഉപ്പും കൂടെ ചേർത്തത്. ഉപ്പും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒരു കറിവേപ്പില ഇട്ടിട്ട് ഞാൻ ഈ മിക്സ് ചെയ്ത് അതായത് മിക്സിയിൽ അടിച്ചെടുത്ത ഈ ഫ്രൈക്കുള്ള കൂട്ട് ആ മസാല അതെല്ലാം കൂടെ അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല നെയ്മീൻ്റെ കുഞ്ഞുണ്ട്, അയലയുണ്ട്, എല്ലാം ഫ്രഷ് മീനാണ്. നല്ല അടിപൊളി ഫ്രഷ് മീൻ, നല്ല കരിമ്പ് പോലത്തെ മീനാണ്. അത് ഈ മസാലയിൽ നന്നായിട്ട് പുരട്ടി എല്ലാ മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് പുരട്ടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂറെങ്കിലും പുറത്ത് മാറ്റി വെച്ചേക്കണം. ഇത് അരമണിക്കൂർ പുറത്ത് വെച്ചില്ലെങ്കിൽ ഒരു 10-5 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാലും മതി. ശരിക്കും അടിപൊളി മസാലയാണ്, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ മസാല ഈ രീതിയിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നമുക്ക് ടൈമില്ലാത്തപ്പോൾ ഇത്രയും വിശാലമായിട്ട് നമ്മളിങ്ങനെ എല്ലാം ചേർത്ത് അടിച്ചെടുക്കാറില്ലല്ലോ. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇത്രയും ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല. സമയം കിട്ടുന്ന ടൈമിൽ ഇതുപോലെയൊക്കെ മസാലയൊക്കെ ചേർത്താണ് പൊരിച്ചെടുക്കുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അടിപൊളി ടേസ്റ്റുള്ള നല്ല ഒരു ഫ്രൈ ആണിത്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതെ എല്ലാ ഓപ്ഷനും ഒന്ന് ആക്റ്റീവ് ആക്കിയിടണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് അപ്പോഴുള്ളത് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ നല്ല റെസിപ്പികളുമായിട്ടാണ് ഞാൻ ഓരോ പ്രാവശ്യവും വരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായാലും അല്ലെങ്കിലും ഇതിന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോകളും ജസ്റ്റ് കാണുന്നവരും അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായാലും അല്ലെങ്കിലും ഒന്ന് അറിയിച്ചാൽ എന്താണ് പോരായ്മ എന്നുണ്ടോ അറിയിച്ചാൽ അത് അടുത്ത തവണ നല്ല കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഫിഷ് ഫ്രൈ ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മസാല ആയതുകൊണ്ട് ഒരുപാടങ്ങ് മൊരിച്ചെടുക്കാത്ത രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അത് അയലയുണ്ട്, പിന്നെ പാരയുടെ പീസുണ്ട്. പാരയുടെ നല്ല ഫ്രഷുള്ള പാരയാണ്, നല്ല പീസ്. അതിൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാരയുടെ പീസ് ഇട്ടത്. അവർക്ക് ഒരുപാട് മുള്ള് ഉള്ള പീസ്, അതായത് അയലയിലും വലിയ മുള്ളില്ലെങ്കിലും ജസ്റ്റ് സൈഡിലൊക്കെ മുള്ളുണ്ടല്ലോ. പക്ഷേ ഇത് അങ്ങനെ മുള്ളില്ലാത്തതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ് പാര മാറ്റി വെച്ചത്. ഇതും കൊടുക്കാറുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഫ്രൈ ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റി എല്ലാവർക്കും കഴിക്കാനായിട്ട് എല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഇങ്ങനെ മീൻ പിടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല അപ്പോൾ തന്നെ കാണും നല്ല ടേസ്റ്റുള്ള ഒരു മീനാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. മസാലയെല്ലാം അടിപൊളിയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.